നമസ്കാരം. നമ്മളൊക്കെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ റൂമുകളിൽ നോക്കിയാൽ കാണാം ഒരു എയർ ഹോൾസ്. ഈ എയർ ഹോൾസ് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വീടിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ എയർ ഹോൾസിനെ കുറിച്ച് ഇത്രയൊക്കെ വീഡിയോ ചെയ്യാനുണ്ടോ എന്ന് നിങ്ങളിൽ പലർക്കും സംശയമുണ്ടാകും. എന്നാൽ ഈ വീഡിയോ എയർ ഹോൾസിനെ കുറിച്ച് തന്നെയാണ്. കെട്ടിട നിർമ്മാണ സംബന്ധമായ അറിവുകൾ ഷെയർ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് മല്ലർകണ്ടി. ഒരു വീടിന് എയർ ഹോൾസ് ചെയ്യുമ്പോൾ ആ വീടിൻ്റെ കൽപ്പണിക്കാരൻ, ആ വീട് നിർമ്മിക്കുന്ന മേസ്തിരി ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഐഡിയക്കാണ് മിക്കവാറും എയർ ഹോൾസുകൾ ഉണ്ടാകുക. അതിനെക്കുറിച്ച് ആരും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറില്ല. അവർ പണിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒന്ന് ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഈ എയർ ഹോൾസിന് പ്രത്യേകിച്ചൊരു വീതിയോ ഹൈറ്റോ ഒന്നുമില്ല. പലപ്പോഴും അവർക്ക് തോന്നുന്നത് പോലെ അവർ ചെയ്യുന്നു എന്ന് മാത്രം. സാധാരണ കല്ല് പടവ് ചെയ്യുന്ന സമയത്ത് ഒരു കല്ലിൻ്റെ സൈസ് അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നീട് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ചെറുതാക്കിയിട്ട് അവർ എയർ ഹോൾസ് ഉണ്ടാക്കും. എന്നാൽ ഈ എയർ ഹോൾസിന് ഹൈറ്റ് കുറച്ചുണ്ടാക്കുന്നതാണ് ഭംഗി. ഒരു 2 ഇഞ്ച് ഹൈറ്റിലൊക്കെയാണ് ഈ എയർ ഹോൾസ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാകും. ചില വീടുകളിലെല്ലാം വീട് താമസമൊക്കെയായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് AC ഒക്കെ ചിലപ്പോൾ വെക്കുക. ഈ AC ഒക്കെ വെക്കുന്ന സമയത്ത് ഈ എയർ ഹോൾസ് അടയ്ക്കേണ്ട ഒരു ആവശ്യം വരും. അതുകൊണ്ട് തന്നെ കുറച്ച് കനം കുറവാണെങ്കിൽ 2 ഇഞ്ച് മാത്രം അതിന് സൈസ് ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ മരത്തിൻ്റെ പീസൊക്കെ വെച്ചിട്ടായിരിക്കും അടയ്ക്കുന്നത്, അതല്ലെങ്കിൽ തെർമോക്കോളൊക്കെ വെച്ചിട്ടായിരിക്കും അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൈസ് ഉണ്ടെങ്കിൽ അത് കാണാൻ ബോറായിരിക്കും. ഇങ്ങനെയുള്ള ഫില്ലിംഗ് എല്ലാം ചെറിയ വീതിയിലാകുമ്പോൾ കാണാൻ കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു കനത്തിൽ എയർ ഹോൾസ് ചെയ്യുന്നതാണ് ഭംഗി. അതുപോലെ തന്നെ അതിൻ്റെ നീളത്തിലും പ്രാധാന്യമുണ്ട്. വളരെ നീളം കൂടിയ എയർ ഹോൾസ് ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 45-50 സെൻറ്റിമീറ്റർ നീളമുണ്ടെങ്കിൽ തന്നെ ആ എയർ ഹോൾസ് ധാരാളമാണ്. അതുകൊണ്ട് തന്നെ 45-50 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു എയർ ഹോൾസിനെ 2 ഇഞ്ച് ഹൈറ്റിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് കാണാനൊരു ഭംഗിയുണ്ടാകും. നമ്മൾ ഇൻറ്റീരിയർ എല്ലാം വളരെ ഭംഗിയായി ചെയ്യുമ്പോൾ ഈ എയർ ഹോൾസ് ഒരു വല്ലാത്തൊരു സൈസിൽ, വലിയൊരു സൈസിലൊക്കെ കാണുമ്പോൾ അത് ബോറാണ്. അതുകൊണ്ട് തന്നെ വളരെ കനം കുറച്ച്, നീളം കുറച്ചുകൊണ്ടുള്ള ഒരു എയർ ഹോൾസ് അത്യാവശ്യത്തിന് മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിങ്ങൾ എന്തായാലും AC വെക്കുമെന്ന് ഉറപ്പാണെങ്കിൽ തീർച്ചയായും ആ എയർ ഹോൾസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. വെറുതെ എയർ ഹോൾസ് ചെയ്ത് വെച്ചിട്ട് പണിയെല്ലാം കഴിഞ്ഞ് AC വെക്കുന്ന സമയത്ത് ഇതൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ അത് ബോറാണ്. അതുകൊണ്ട് തന്നെ ബെഡ്റൂംസിലെല്ലാം നിങ്ങൾക്ക് AC നിർബന്ധമാണെങ്കിൽ, നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ആ എയർ ഹോൾസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ബാക്കിയുള്ള കോമൺ സ്പേസിലൊക്കെ എയർ ഹോൾസ് ഇട്ടാൽ മതിയാകും. ചില സമയങ്ങളിൽ നമ്മൾ എയർ ഹോൾസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം ജിപ്സം ബോർഡിലോ മറ്റോ സീലിംഗ് വർക്കുകളെല്ലാം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഈ എയർ ഹോൾസ് അടയ്ക്കേണ്ട സാഹചര്യം വരും. കാരണം നമ്മൾ സ്ലാബിനോട് ചേർന്നാണ് എയർ ഹോൾസ് ഇടുക. അതിനുശേഷം ജിപ്സം ബോർഡിൻ്റെ 6 ഇഞ്ച് താഴ്ത്തിയിട്ടെല്ലാം സീലിംഗ് ഉണ്ടാകുമ്പോൾ ഇത് അടച്ചിട്ട് വീണ്ടും ജിപ്സം ബോർഡൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസൈഡ് അടയ്ക്കും. പുറം സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് അവിടെ കാണും. അതിനുശേഷം അത് പ്ലാസ്റ്ററിങ്ങിൽ അടയ്ക്കാൻ പറ്റില്ല. കാരണം അടയ്ക്കുകയാണെങ്കിൽ തന്നെ പുറത്ത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് പാച്ച് വർക്ക് ചെയ്തതുപോലെ അത് തെളിഞ്ഞ് കാണാവുന്നതാണ്. ഉള്ളിലടച്ചതിന് ശേഷം പുറത്തടയ്ക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ മാത്രം, കൂടുതൽ സീലിംഗ് വർക്കുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എയർ ഹോൾസ് ചെയ്യുക. അല്ലാതെ സിവിൽ വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഇൻറ്റീരിയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അടയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തെ ചുമരിൽ എയർ ഹോൾസിന് ചുറ്റും 1 ഇഞ്ചിൻ്റെയൊക്കെ ബോർഡർ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കാരണം അത് വലിയ ചുമരുകളാണെങ്കിൽ അതിന് മുകളിലൂടെ വെള്ളം ഒഴുകി വന്നിട്ട് ഈ എയർ ഹോൾസിൽ കൂടെ നനവ് കയറാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഫ്ലഷ് വാളുകളിൽ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ തീർച്ചയായും 1 ഇഞ്ചിൻ്റെ ബോർഡറൊക്കെ നമുക്ക് ചെയ്തിട്ട് ആ വെള്ളം അകത്തേക്ക് വരുന്നത്, ഒലിച്ചിറങ്ങുന്നത് ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇത് എലിവേഷൻ ഭംഗിയില്ലാതെ ആക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ചെറിയ വർക്കുകളെല്ലാം ഒഴിവാക്കേണ്ടതാണ്. ചില സമയം ഇങ്ങനെ എയർ ഹോൾസിൻ്റെ ബോർഡറൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഈ പെയിൻറ്റിങ്ങിൻ്റെയൊക്കെ സമയത്ത് പെയിൻറ്റേഴ്സ് വന്നിട്ട് അതിന് മാത്രം വേറെ കളേഴ്സൊക്കെ അടിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. എയർ ഹോൾസ് നമ്മൾ ഒരിക്കലും എക്സ്റ്റീരിയർ വാളിൽ ശ്രദ്ധിക്കപ്പെടാതിരിക്കുകയാണ് വേണ്ടത്.
എന്നാൽ ഇങ്ങനെ മറ്റൊരു കളർ അടിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ അത് ശ്രദ്ധിക്കപ്പെടുകയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുറം ചുമരിൽ അടിക്കുന്ന കളർ എന്താണോ അതേ കളർ തന്നെ അടിക്കുക. മാറ്റി ഒരു കളർ അടിച്ചിട്ട് ഇതിനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരരുത്. വളരെ ചെറിയ ഒരു വീഡിയോ ആണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന രീതിയിൽ നമ്മളെല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.